കാടിളക്കിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. ചെന്താമരയെ തേടി പാലക്കാട് നെന്മാറയിൽ 2 മനുഷ്യജീവനെടുത്ത നരാധമൻ കാണാമറത്തായിട്ട് കുറച്ചധികം മണിക്കൂറുകൾ പിന്നിടുന്നു. 35 മണിക്കൂറോളമായെന്ന് തോന്നുന്നു. ഇപ്പോൾ പോത്തുണ്ടി മാട്ടായിൽ ഈ നരാധമൻ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരും ചേർന്ന് വളരെ വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. സ്ക്രീനിൽ കാണുന്ന ഇയാളുടെ ഈ ചെന്താമരയുടെ പടം പ്രേക്ഷകർ നോക്കിക്കൊള്ളുക. ഇയാൾ ഈ കാടിലെവിടെയോ ഈ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഈ പ്രദേശം മുഴുവൻ പോലീസ് ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ഇയാളെ കണ്ടെത്താൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് പോലീസ് സംഘത്തിനുള്ളത്. പോലീസ് സംഘത്തിനൊപ്പം നാട്ടുകാരും ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയൊരു ജനസഞ്ചയം തന്നെ ഈ പോലീസിനൊപ്പം ഈ കാട്ടിനുള്ളിലുണ്ട്. ഇപ്പോൾ എങ്ങനെ വന്നാലും ഇയാളെ കണ്ടെത്തണമെന്ന ദൃഢനിശ്ചയത്തിലാണ് നാട്ടുകാരും പോലീസും. ഈ രാത്രി തന്നെ ഇയാളെ പിടികൂടണം, അത്ര വലിയൊരു വലയാണ് ഇപ്പോൾ പോലീസ് വിരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രതിയെ സ്ഥലത്ത് കണ്ടുവെന്ന് കുട്ടികൾ പറയുന്നത് മുഖവിലയ്ക്ക് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നുണ്ട്. ചെന്താമരയെ തന്നെയാണ് നാട്ടുകാർ കണ്ടതെന്നും പോലീസുകാർ പറയുന്നു. എന്നാൽ ഇയാളെ കീഴടക്കാൻ പോലീസിനോ കുട്ടികൾക്കോ ഇതുവരെ ആയിട്ടില്ല. എന്നാൽ പോലീസിന് ഇത് വളരെ പ്രസ്റ്റീജായിട്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് വളരെ റിസ്ക് എടുത്ത് സാഹസികമായ ഒരു തെരച്ചിൽ യത്നത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. ഈ പ്രദേശത്ത് വ്യാപകമായി പോലീസ് ഇപ്പോൾ തിരയുകയാണ്. അതോടൊപ്പം നാട്ടുകാരും ചേർന്നിരിക്കുകയാണ്. ടോർച്ചുകളും മറ്റ് സന്നാഹങ്ങളുമായിട്ട് നാട്ടുകാരും പോലീസിനൊപ്പം ഈ തെരച്ചിലിനായി ചേർന്നിരിക്കുകയാണ്. ഈ രാത്രിയിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ ഇയാളെ പിടികൂടാൻ കഴിയും എന്ന വിശ്വാസത്തിൽ പോലീസ് എല്ലാ കാടും അതുപോലുള്ള പ്രദേശങ്ങളും ഒക്കെ തന്നെ അരിച്ചു പറക്കുന്നു. വീടുകൾക്ക് പിന്നിലെങ്ങാനും ഒളിച്ചിരിപ്പുണ്ടോ, മരത്തിന് മുകളിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ടോ? കാരണം ഇയാൾക്ക് ഈ കാട് നല്ല പരിചയമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊരിക്കലും മുൻവിധിയോടെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം മാട്ടായിൽ നിന്നുള്ള വളരെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജി ഈ തെരച്ചിലിപ്പം കൂടിയിട്ടുള്ള നമ്മുടെ വാർത്താ സംഘം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലാണോ കാട്ടിന് പുറത്താണോ, ഇപ്പോൾ എവിടെയാണ്? വളരെ ശ്രദ്ധ എടുക്കേണ്ട കാര്യമാണ്. ഇത് കാടാണ്, എന്ത് സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഈ ഇരുട്ടിൻ്റെ മറവിൽ ഏതെങ്കിലും മരത്തിൻ്റെ പിന്നിലോ മരക്കൂട്ടത്തിൻ്റെ പിന്നിലോ അതല്ലെങ്കിൽ ചെടികളുടെ പിന്നിലോ ഒക്കെ തന്നെ ഇയാൾ മറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇയാളൊരു ക്രിമിനലാണ്, കൊടും ക്രിമിനൽ ആയതുകൊണ്ട് നമ്മളും എല്ലാവിധമായ കെയറും എടുക്കേണ്ടതുണ്ട്. കാര്യം പോലീസ് പോലെ നമ്മൾക്കിത് പരിശീലനം കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ പരിശീലനമില്ലാത്ത നാട്ടുകാർക്കും പരിശീലനമില്ല. അപ്പോൾ നാട്ടുകാരും അതുപോലെ നമ്മളും പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ താങ്കൾ നീങ്ങണം. സൂരജ് സജി പറയൂ. തീർച്ചയായും ആ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. നമ്മൾ ഈ മലയുടെ ഒരു മധ്യഭാഗം എന്ന് പറയാവുന്ന സ്ഥലത്താണ്. ഇത് റോഡുണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അതായത് ഇതിൻ്റെ ഒരു പകുതി മേഖലയിൽ ഇതിനോടകം തന്നെ പോലീസ് തിരച്ചിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതി ഇവിടെ നിന്ന് കൂടുതൽ, അതായത് ദൂര സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മേഖലയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുന്നു. അതായത് ഇത് പോത്തുണ്ടിയുടെ എതിർവശമാണ്. അതായത് ഇവരുടെയൊക്കെ വീട്, ചെന്താമരയുടെ വീടാണെങ്കിലും സുരേന്ദ്രന്റെ വീടിരിക്കുന്ന മേഖലയാണെങ്കിലും ഒക്കെ അതിന് എതിർവശത്തുള്ള മലയിലാണ് ഇപ്പോൾ ഈ മാട്ടായി എന്ന് പറയുന്നത് എതിർവശത്തുള്ള മലയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൂര പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ അത് ഈ മേഖലയിലാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഈ പോലീസും നാട്ടുകാരും എല്ലാം ഈ പ്രതിയെ കണ്ട പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ മേഖലകളിലേക്ക് പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് തിരച്ചിൽ നടത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നടത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് കൂടുതൽ മേഖലയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. സ്കേന്ദ നമുക്ക് കാണാം, ഈ മലയിലാണ് ഈ കാടിളക്കിയുള്ള ഒരു തിരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ പോലീസ് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കൂടുതൽ മേഖലകളിലേക്ക്, അതായത് ഇന്നും പോലീസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് പകൽ മുഴുവൻ ഈ വിവിധ മലനിരകളിൽ പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ഒരു ഏരിയ മാത്രം പോലീസിന് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രതി ഉണ്ടോ എന്നൊരു സംശയം, ചെന്താമര ഉണ്ടോ എന്നൊരു സംശയം ഇന്ന് SP അടക്കം പ്രകടിപ്പിച്ചതാണ്. നാളെ ഈ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഈ മേഖലയിൽ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് വൈകുന്നേരം ഈ മാട്ടായി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു വിവരം ലഭിക്കുന്നത്. അത് ഇവിടുത്തെ യുവാക്കൾ എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. ഇവിടുത്തെ 4 കുട്ടികൾ ഈ പ്രതിയെ കണ്ടു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. പക്ഷേ ഒരു പോലീസുകാരൻ കൂടി ഈ പ്രതിയെ കണ്ടു എന്നുള്ളതാണ് ഡിവൈഎസ്പി അടക്കം, ആലത്തൂർ ഡിവൈഎസ്പി അടക്കം നമ്മളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്ന കാര്യം. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ പോലീസ് സന്നാഹമായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന പോലീസ്
പോലീസിന്റെ സന്നാഹമായിരുന്നില്ല. അവരെല്ലാവരും ഇവിടെ എത്തിയതിനു ശേഷം ഒരേ സമയമാണ് ഈ മല വളയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ധൃതി പിടിച്ചുള്ള ഒരു നീക്കമല്ല പോലീസ് നടത്തിയത്. ഈ കേസ് ആരംഭിച്ചതിന് ശേഷം പോലീസ് കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു നീക്കമായിരുന്നു ഇന്നത്തേതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തു ചെയ്യണമെന്ന് പറയാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഇത്രയും ദിവസം പോയതെങ്കിൽ ഈ പ്രതിയെക്കുറിച്ച് നിർണായക വിവരം ലഭിക്കുന്ന വേളയിൽ കൂടുതൽ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിച്ചതിന് ശേഷം ഒന്നിച്ച് ഒറ്റക്കെട്ടായി മല വളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വിവിധ കോണുകളിലൂടെ ഈ പോലീസ് ഈ മലയാകെ വളഞ്ഞുകൊണ്ട് ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. പക്ഷേ പോലീസ് പിൻവാങ്ങുന്നില്ല. കൂടുതൽ മേഖലകളിലേക്ക്, അതായത് ഈ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അല്ലെങ്കിൽ പ്രതിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ രാത്രി പോലീസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പോലീസ് തൊട്ടു പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രതി കൂടുതൽ സേഫായി ഇടത്തേക്ക് വലിയുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ, അതായത് 2019 സുജാതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ പ്രതി പോയ സമയത്ത് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അന്ന് പ്രതി ഈ പകൽ സമയം മുഴുവൻ വനത്തിൽ ചിലവഴിക്കും, രാത്രി ഇറങ്ങിയതിനു ശേഷം ഭക്ഷണം കഴിക്കും. ഇവരുടെ തറവാട്ട് വീട്ടിലെത്തിയായിരുന്നു ഈ 4 ദിവസവും ഭക്ഷണം കഴിച്ചത്. 5-ാം ദിവസം ഈ പകൽ മുഴുവൻ വനത്തിൽ ചിലവഴിച്ചതിന് ശേഷം രാത്രി ഭക്ഷണം കഴിക്കാൻ തറവാട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ഈ പോലീസ് സന്നാഹം അവിടെ വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ പോലീസ് പറഞ്ഞ കാര്യമുണ്ട് സ്കേൻ, അതായത് പ്രതിക്ക് അധിക നേരം വനത്തിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഭക്ഷണം കഴിക്കാതെ ഒരു നേരം പോലും വനത്തിനകത്ത് ചിലവഴിക്കാൻ കഴിയാത്ത പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായും ചെന്താമര പുറത്തിറങ്ങും എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം ഉണ്ടായിരുന്നത്. ആ നിഗമനത്തിലേക്ക് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം കരുതാൻ. നമുക്ക് അധികം വൈകാതെ തന്നെ പ്രതി പിടിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സ്വാഭാവികമായും പോലീസ് ഒരുക്കിയ കെണി എങ്ങനെയാണോ, അല്ലെങ്കിൽ പോലീസിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണോ, ആ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രതി നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ ഈ കാടിളക്കിയുള്ള അല്ലെങ്കിൽ ഈ ഒരു മല വളഞ്ഞുകൊണ്ടുള്ള ഒരു തിരച്ചിൽ, ആ തിരച്ചിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നുണ്ടോ എന്നതിൽ ഒരു സംശയം തോന്നുന്ന സ്കൈൻ. കാരണം ഈ മേഖലയാകെ ഇതിനോടകം തന്നെ തിരച്ചിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഈ പ്രതി സ്വാഭാവികമായും ഈ പോലീസിന്റെ ഒരു വിന്യാസം കണ്ടു കഴിഞ്ഞാൽ രാത്രി സമയമാണ്, സ്വാഭാവികമായും രക്ഷപ്പെടുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. സമീപ പ്രദേശങ്ങളിലേക്ക്, അതായത് ഇതിന് പുറകിലേക്കും ഇതുപോലെ തന്നെ വലിയ മലകളാണ്. നമ്മളിപ്പോൾ തിരച്ചിൽ നടത്തിയത് എനിക്ക് ഈ വശത്ത്, അതായത് എൻ്റെ ഇടത്തുവശത്ത്, മുൻവശത്തായി ഇടത്തുവശത്തോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്തായാണ് തിരച്ചിൽ നടത്തിയത്. സ്വാഭാവികമായും ഈ തിരച്ചിൽ തുടങ്ങുന്ന വേളയിൽ തന്നെ സ്വാഭാവികമായും പ്രതിക്ക് മറ്റിടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു.